ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു 8 പേർക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു 5.5 കപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 8 പേർക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ 5.5 കപ്പ് റൈസ് നമ്മൾ നല്ലവണ്ണം 2-3 പ്രാവശ്യം കഴുകി ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുവാനായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദുവക്ക് കുറുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ബേക്കറിയിലേക്ക് കൊടുക്കാനുള്ള പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്നുള്ള അടുക്കള പരിപാടിയിലാണ്. അപ്പം ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ബിരിയാണി റൈസ് വേവിക്കാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കറുവപ്പട്ടയും ഗ്രാമ്പൂവും പിന്നെ കുറച്ച് മല്ലിയില, ഉപ്പ്, പിന്നെ 2 ഏലയ്ക്ക, ഒരു 5-8 കുരുമുളക്, നമ്മൾ അതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഉപ്പ് നോക്കാൻ നേരത്ത് ഒരല്പം മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ റൈസിൽ പിടിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഷേക്കായത് ദുവ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും ഫോൺ കിടന്ന് ഷേക്കായി പോയത്. അപ്പോൾ അത് വേകുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ സവോള എടുത്തിട്ടുണ്ട്. ഞാനൊരു 6 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ടൈപ്പ് 6 സവോള എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം നമുക്കിത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ എനിക്ക് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു ബിരിയാണിയുടെ ഓർഡറാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള തന്നെ വന്നിരിക്കുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ പകുതി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കറിക്ക് എപ്പോഴും ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഇതിലേതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വഴന്ന് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് 2 തക്കാളിയാണ് ചെറുതാക്കി ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി കൂടി വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കഷ്ണം മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു കട്ടയുടെ ഒരു പകുതി മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഉപ്പൊക്കെ നമ്മൾ അതനുസരിച്ച് വേണം ഇടാനായിട്ട്. മാഗി ക്യൂബിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കുത്തൽ അത്ര ഉണ്ടാവത്തില്ല മല്ലിയുടെ, അതുകൊണ്ടാണ് മല്ലി ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ഞാനിവിടെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ പുറത്തുനിന്ന് പൊടിച്ചത് പാക്കറ്റായിട്ട് വരുന്നതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ പൊടിച്ച് വീട്ടിൽ വെക്കുന്ന മസാല മാത്രമേ നമ്മൾ ഏത് റെസിപ്പിയിലാണെന്നുണ്ടെങ്കിലും ഗരം മസാലയായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. എൻ്റെ സമൂസ നമ്മൾ സെയിൽ ചെയ്യുന്ന എൻ്റെ സമൂസയിലും എല്ലാത്തിലും ഞാൻ നേരത്തെ കിഴങ്ങ് ബോണ്ടയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസാലയുടെ ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് മൂത്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മൂത്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിന് എണ്ണ പോരായെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ക്ഷമയോടുകൂടി നിന്ന് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതെന്ത് കറിയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ക്ഷമ വേണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മറ്റൊരാൾക്കൊരു ആഹാരം സെർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് അതുപോലെ നല്ലവണ്ണം മൂത്ത് വരാൻ നേരത്ത് ഞാനിത് നൈറ്റ് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് പെരട്ടി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു എണ്ണ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ആ പാത്രം ഒന്ന്
കഴുകി അതിനകത്തേക്ക് ഒഴിച്ചതാണ്. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ബിരിയാണിക്ക് ചെറിയൊരു ഗ്രേവി അല്ലേ ഉണ്ടാവത്തുള്ളൂ, നമ്മളൊരു കറി പോലെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നല്ലവണ്ണം ഇളക്കിയപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളമാണ്, നല്ലവണ്ണം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഞാനിവിടെ 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഗ്രേവിയുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇത് മസാലകളെല്ലാം ഒന്ന് പിടിക്കണ്ടേ, അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ പറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇപ്പം നല്ലവണ്ണം നമ്മളുടെ സവോള പൊടികളുമായിട്ട് നല്ലവണ്ണം മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടത്തില്ല. അത് കുറച്ചുകൂടി ഇങ്ങനെ വെളുത്തിരിക്കുന്ന ഒരു കളറിലായി പോകും ചിക്കൻ കറി. അപ്പോൾ കറി ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്തിട്ടതിന് ശേഷമാണ് ഞാൻ അടച്ച് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ദമ്മിടാനായിട്ടുള്ള വലിയൊരു പാത്രം എടുക്കണം. ഏതിൽ പാത്രത്തിലാണോ നമ്മൾ ദമ്മിടുന്നത് അതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ആവശ്യത്തിന് പീസും കുറച്ച് ഗ്രേവിയും എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് ഒരു പകുതി റൈസ് ഇതിൻ്റെ പുറത്ത് നല്ലോണം ലെവൽ ചെയ്ത് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നേരെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. മല്ലിയിലയും കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ ഫ്രൈ ചെയ്തത് കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാല പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഗ്രേവി കൂടി ഇതിൻ്റെ പുറത്ത് തൂവിയതിന് ശേഷം ഞാൻ അടുത്ത ലെയർ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. അപ്പോൾ ബാക്കി ഫുള്ളായിട്ടുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. നല്ലോണം ഇതുപോലെ ലെവൽ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൻ്റെ മിക്സ് ഇടുക. അതിന് ശേഷം കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക, കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവോള ഇത് കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റിന് ശേഷം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളായി 8 പേർക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇതുപോലെ സിമ്പിൾ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ, ബൈ.